കെ ശൈലജയ്ക്ക് സീറ്റ് നിഷേധിച്ചു. മട്ടന്നൂരിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടുമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു പുറത്തുവിടുന്നവരോടൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് പാർട്ടി വേറെയാണ്. CPM-ന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയായി, ഒരു നേതാവായി നിൽക്കുന്ന കെ ശൈലജ മട്ടന്നൂരിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടിയിൽ വിപ്ലവം ഉണ്ടാക്കാൻ കാത്തിരുന്നവരെ കേട്ടോളൂ. പേരാവൂരിലേക്ക് ടീച്ചർ പോവുകയാണ്. മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് പോകുമ്പോൾ ചങ്കിടിക്കുന്നത് സണ്ണി ജോസഫിൻ്റെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കറതീർന്ന നിലപാടുമായി രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം വലിയ രീതിയിലുള്ള ചിന്തകൾക്ക് വഴി തുറന്നിട്ട, വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വഴി തുറന്നിട്ട ഒരു സ്ത്രീ എത്രമേൽ വലിയ രീതിയിൽ ഈ നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയ കെ ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് പോകുമ്പോൾ ഏതോ വലിയ അപകടക്കുഴിയിൽ വീണു എന്ന് പറയുന്നവർ ചിന്തിക്കുക. പേരാവൂരിൽ മത്സരം തീപാറുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ വർഷം സണ്ണി ജോസഫിനോട് നെക്ക് ടു നെക്ക് മാർജിനിൽ തോറ്റെങ്കിൽ 2006-ൽ ടീച്ചർ പിടിച്ചെടുത്ത മണ്ഡലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. 100% ഉറപ്പിച്ച് തന്നെ പറയാം, മട്ടന്നൂരിൽ നിന്ന് ടീച്ചർ പേരാവൂരിലേക്ക് പോകുമ്പോൾ വലത് ഹാൻഡിലുകൾ സൃഷ്ടിക്കുന്നതാണ് ഈ വാർത്ത. ടീച്ചറിനെ വലിയ രീതിയിൽ ചതുക്കുഴിയിൽ ചാടിച്ചു എന്ന്, ടീച്ചറിനെ തേച്ചൊട്ടിച്ച പ്രവർത്തനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ വരുന്നത്. പാർട്ടിക്കകത്ത് ആഭ്യന്തര വിപ്ലവമാണ് ഇനി ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു വലുത് ഹാൻഡിലുകൾ, സൈബ്രിഡങ്ങൾ ഉണ്ടാക്കുന്ന ഈ വാർത്ത മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല CPM സഖാക്കൾ അല്ലെങ്കിൽ CPM പ്രവർത്തകർ. എന്തിനേറെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന നിഷ്പക്ഷമതികളായ ആളുകൾക്ക് പോലും അറിയാം, ടീച്ചർ എവിടെ ചെന്നാലും ടീച്ചർ പൊരുതാൻ ഉറച്ചു തന്നെയാണ് പോകുന്നത്. വടകരയിലും ടീച്ചർ പൊരുതുക തന്നെയാണ് ചെയ്തത്. ഈ പാർട്ടി പറയുന്ന ഏത് ഉത്തരവാദിത്വത്തെയും ഏതു സമയത്തും ഏത് പ്രതിസന്ധിയിലും ഏറ്റെടുക്കാൻ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്ന വനിതാ നേതാവാണ് കെ ശൈലജ. അതുകൊണ്ട് തന്നെയാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേര് തന്നെ, ഒരു കൺസെപ്റ്റ് തന്നെ രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനു മുകളിൽ കെ ശൈലജ എന്ന പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ടീച്ചർ ഇങ്ങനെ തല ഉയർത്തി അതിങ്ങനെ വരുന്നത്. പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യം പോലും ഒരു പക്ഷേ ശൈലജയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ പേരേ ഉള്ളൂ, നിലപാടിൻ്റെ രാജകുമാരി. പേരാവൂരിലേക്ക് വരുമ്പോൾ എത്ര വലിയ കൊടികുത്തിയ നേതാവാണെങ്കിലും KPCCയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഒന്ന് വിറയ്ക്കും എന്നുള്ളതിലൊരു സംശയവും വേണ്ട.